द्वारा ऐसे प्रकार की अवसर तैयारी किया है, जिन थॉमसन पास्टर के लिए धन्यवाद देता हूँ। ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നതായ ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. और उनका ट्रांसलेशन के लिए परमेश्वर के दास को उपयोग करते हैं, इसके लिए भी धन्यवाद। ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നതായ തിരുവചന ഭാഗം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. आज की वचन की मनन के लिए याकूब की पत्री ഒന്നുകൂടെ ഇച്ചിരി വോളിയം കൂടെ തരാമോ? ഇച്ചിരി വോളിയം കൂടെ. 4:8 याकूब की पत्री 4 अध्याय की 8वां पद. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. और यहाँ पर ये वचन दिया है, मसीह की ओर आए और मसीह हमारा साथ आ जाएंगे. നാം വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് പുരോഗതി ഉണ്ട് എന്ന് നാം ഒന്ന് അവലോകനം ചെയ്യുന്നത് നന്നായിരിക്കും. हम मसीह की ओर आया है, इतने साल वर्षों में हमारा उन्नति क्या है, कितना है, जांच लेना आवश्यकता है. പലരുടെയും വിശ്വാസ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. हमारा कई औरों को विश्वास जीवन में कुछ धक्के मानते हुए है. ഇവിടെ പറയുന്നത് നാം ദൈവത്തോട് കൂടുതലായിട്ട് അടുത്ത് ചെല്ലുവാൻ അത്രേ. मसीह के वचन याकूब की पत्री 4 अध्याय 8वां पद में लिखा, परमेश्वर के निकट आओ तो वह भी तुम्हारे निकट आएगा. എന്നാൽ ചിലർ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ചില വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ദൈവത്തിൽ നിന്നും അകന്നകന്നു പോകുന്നതായിട്ടും കാണുവാൻ കഴിയും. औरों ने विश्वास में आते हैं, विश्वास में आने की बाद में धीरे धीरे पीछे हट जाते हैं. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-39 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. इब्रानियों की पत्री में और वहां पर भी 8वां अध्याय की 39वां पद में ये वचन हमको पाया जाता है. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. और यहाँ पर दिया है, मेरा धार्मियों विश्वास में रहेंगे. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. पीछे हट जाएगा तो मसीह की मन में हृदय में संतोष नहीं रहते हैं. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രേ ആകുന്നു. हम विनाश में पीछे हटने वालों के साथ भी साथ नहीं, उत्साहित होकर आगे बढ़ने वालों की सीमा में रहना. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. विश्वास में स्थिर रहते हुए विश्वास योग्य लोगों का साथ रहकर विश्वास में आगे बढ़ना प्रभु की बुलाहट है. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ പലരും തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നു. हमारे चारों तरफ हमको जो जिन बातों में घेर लेते हैं, लेकिन मसीह में रहकर विश्वास में आगे बढ़ना हमारा काम है. അവരെ കുറിച്ച് കർത്താവ് പറയുന്നത്, എന്റെ ഉള്ളത്തിൽ അവരിൽ പ്രസാദമില്ല എന്നത്ര. मसीह की वचन वो ही दिया है, ऐसा पीछे हटने वालों को मसीह की मन में हृदय में कोई आशा नहीं होते है. ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് പകരം പിന്മാറുകയാണെങ്കിൽ അവർ നാശത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ അത്രേ ആയിരിക്കുന്നു. मसीह की ओर आने के बदले पीछे हट जाएगा तो मसीह की मन में हृदय में कुछ आशा नहीं होते. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കും നാം എല്ലാവരും വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ये प्लेटफॉर्म में जितने लोग आया है, जो लोग विश्वास की झंडा पकड़कर आगे बढ़ने वाले हैं. ദൈവത്തോട് അടുക്കുവാനുള്ളതായ വലിയ ആഗ്രഹമുള്ളത് കൊണ്ട് അത്രേ ഈ പ്രഭാതത്തില് ദൈവവചനം കേൾക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും നാം സമയം കണ്ടെത്തി വേർതിരിച്ച് ആയിരിക്കുന്നത്. मसीह के ओर आकर मसीह में मिलजुल कर
मसीह की अनुग्रह प्राप्त करने के लिए आशा है। इसी कारण में सुबह ही वक्त मसीह की ओर हम आते हैं। അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനത്രേ. यहाँ पर हमको दिया है मसीह की ओर आओ, सामने आओ। ആ അപ്പൊ അത് ഈ ഒരു ഒരു ഹൃദയത്തിൻ്റെതായ ഒരു അദൃശ്യമായിട്ടുള്ളതായ ഹൃദയത്തിൽ നടക്കുന്നതായ ഒരു പ്രവർത്തനം അത്രേ. और ऐसा आने वालों को, जो व्यक्ति को मसीह की आदर अनुग्रह मिलते हैं और फल मिलने के लिए, ഒരു പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ ആയിരിക്കാം അങ്ങനെ ഒരു ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ളതായ ഒരു ഒരു പ്രവൃത്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. शायद हो ये वचन सुनने का समय मसीह में से पीछे हट गया तो आगे आने के लिए एक रास्ता, एक अवसर हमारे लिए दिया गया होगा। അസുഖം ബാധിച്ച് ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോഴായിരിക്കാം ചിലർക്ക് കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുവാനുള്ളതായ ആഗ്രഹം ഉണ്ടാകുന്നത്. शायद हो बीमारी की हाल में अस्पताल में पड़ा है, जो वेदना समझने का समय है, मसीह की ओर आने के लिए एक रास्ता वहां पर भी होता है। ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ അവകാശമുണ്ട്. कोई भी व्यक्ति कोई भी बात कारण में मसीह की ओर आने के लिए प्रभु ने हमारे लिए अवस्था दिया है। ഇവിടെ പറയുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. यहाँ पर हम पाया गया है मसीह की ओर आओ, मसीह तुम्हारा साथ भी साथ आ जाएंगे। നമ്മുടെ ഹൃദയത്തിൻ്റെതായ ആ ഒരു ഡയറക്ഷൻ അത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് വേണ്ടി ആയിരിക്കട്ടെ. और यहाँ पर दिया है मसीह की ओर आने के लिए और उनके अनुग्रह पाने के लिए उनका साथ आने का एक अवसर हमारे लिए प्रभु दिया है। ദൈവം സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്നു. मसीह स्वर्गादि स्वर्गों में वास करता है। എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ വിശ്വാസത്തിന്റെ വാതിൽക്കൽ തന്നെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ये वचन हमको दिखाते हैं और मसीह हमारे में, हम मसीह में रहने के लिए एक अवसर बन जाते हैं। കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് കർത്താവിന്റെ അടുക്കലേക്ക് അടുത്തു വരുവീൻ എന്നത്രേ. प्रभु की वचन ऐसा हमको आमंत्रण देता है, परमेश्वर के निकट आओ तो वह भी तुम्हारा निकट आएगा। ദൈവത്തിന് നമ്മോട് കൂടെ ആയിരിക്കുന്നത് ഏറെ സന്തോഷമുള്ള കാര്യം അത്രേ. पर मसीह को हमारा साथ रहना, उनका भी वहां पर स्वर्ग राज्य में आनंद मगन होते हैं। ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് ആ ഒരു ഹൃദയംഗമായിട്ടുള്ളതായ ഒരു കൂട്ടായ്മ അത്രേ വിശ്വാസികളുമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ये मसीह ने असीम सामर्थ्य के द्वारा हमारे और इतना प्रेम किया, जो प्रेम के कारण हम मसीह में, मसीह हमारे में वास करता है। നാം ദൈവത്തോട് കൂടുതലായിട്ട് അടുത്ത് ചെല്ലുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അത് തിരുവചനം ധ്യാനിക്കുന്നതിലൂടെയും പ്രാർത്ഥന നിരന്തരമായിട്ടുള്ളതായ ഒരു ജീവിതത്തിൻ്റെതായ അനുഭവത്തിലൂടെയും അത്രേ. और मसीह की ओर हम आता है, निकट आता है निरंतर प्रार्थना और मसीह की वचन मनन करने से सामने आता है। നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ അടുത്ത് ചെല്ലണമെങ്കിൽ ഈ ദൈവം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. और मसीह की निकट आने के लिए कारण यो होता है, मसीह कौन है इसके बारे में जानकारी मिलेगा तो हो सकता है। അതുകൊണ്ട് അത്രേ നാം തിരുവചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും. इसी कारण में परमेश्वर की वचन मनन करते हैं और प्रार्थना भी करते हैं। അതുകൊണ്ട് തിരുവചന ധ്യാനം എന്ന് പറയുന്നത് നാം നിസ്സാരമായിട്ട് കണക്കാക്കരുത്. इसी कारण में परमेश्वर की वचन की घोषणा साधारण मामूली बात ना समझे। നാം തിരുവചനത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവത്തോട് വളരെ അഗാധമായിട്ടുള്ളതായ കൂട്ടായ്മ ആചരിച്ചതായ ചില ഭക്തന്മാരെ കാണുവാൻ കഴിയും. और परमेश्वर की धर्मशास्त्र में और इतनी महत्वपूर्ण में
में जो मसीह की और वचन की गहराई में आए हुए चंद लोगों का बारे में हम मनन करेंगे. ഈനോക്ക് എന്ന് പറയുന്നതായ ഒരു ദൈവഭക്തനെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ऐसा एक व्यक्ति के बारे में बाइबल के अंदर हम पाया जाता है. അദ്ദേഹം 365 വർഷക്കാലം ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. 365 साल तक वर्ष तक उन्होंने जीने दिया है. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് താൻ ദൈവത്തോട് കൂടെ നടന്നു എന്നത്രേ. ये हनोक के बारे में बताया जाता है, मसीह परमेश्वर के साथ भी साथ चल गया है. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം. इतनी महत्वपूर्ण बात है, यहोवा परमेश्वर की पग के पीछे पीछे चलता है. രണ്ടുപേരെ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയില്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. जो बाइबल में ये बात दिया है, दो जन आपस में मिले नहीं है तो एक ही शरीर का तरीका जा नहीं सकता है. അപ്പോ ദൈവത്തോട് സമ്പൂർണമായിട്ട് ലയിച്ചുള്ളതായ ഒരു ജീവിതം. और अच्छे दिल मन होकर मसीह में और हम दोनों ये सब मिलजुल कर यात्रा करते हैं. അതുകൊണ്ട് ദൈവം അവനെ തന്റെ ശരീരത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് നാം വായിക്കുന്നു. ये हनोक के बारे में दिया है, यहोवा परमेश्वर के साथ भी साथ चलने दिया, इसी कारण में मृत्यु ना देखा, स्वर्ग राज्य में उठा लिया गया है. ഈനോക്ക് മരണം കണ്ടില്ല. यो व्यक्ति तो मृत्यु नहीं पाया. മറ്റൊരു വിശുദ്ധൻ എത്ര? ഏലിയാ പ്രവാചകൻ. दूसरा एक पवित्रताई में जीवन बिताया व्यक्ति है एलिया भविष्यवक्ता. ഏലിയാവിന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് വേണ്ടിയും ഉത്കടമായ ആഗ്രഹമുണ്ടായിരുന്നു. वो एलिया ने यहोवा परमेश्वर की महिमा पाने के लिए कई प्रकार की प्रश्नों में आगे गुजरना पड़ा. എന്നാൽ മറ്റ് പ്രവാചക ശിഷ്യന്മാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹം ദൈവത്തെ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അങ്ങനെ തന്നെ മരണം കാണാതെ എടുക്കപ്പെടുകയും ചെയ്തു. और एलिया के समय है, उनका बहुत सारे शिष्यों ने भविष्यवक्ताओं हैं, उनकी बात ना माना, परमेश्वर के साथ भी साथ चलने लगा, इसी कारण में मृत्यु नहीं पाया, उन्होंने स्वर्ग राज्य की ओर उठा लिया गया. മഹിമ കണ്ടതായ സാക്ഷികൾ എത്ര ഇവരൊക്കെ? जो महिमा पाए हुए गवाह है. അതുകൊണ്ട് ഈ മണ്ണിലുള്ളതായ കാഴ്ചകൾ കണ്ടിട്ട് അവരുടേതായ ആത്മീയ ജീവിതത്തിൽ ഒരു മങ്ങലും ഏൽക്കുവാൻ അവർ അനുവദിച്ചില്ല. ये पृथ्वी पर कई प्रकार की आंख की आग्रह के साथ नहीं गया, यहोवा परमेश्वर की वाणी से गया, इसी कारण में मृत्यु नहीं पाया, शरीर के साथ उठा लिया गया. ദൈവത്തോടുകൂടി കൂട്ടായ്മ ആചരിച്ചതായ മറ്റൊരു വിശുദ്ധൻ എത്ര? നോവ എന്ന് പറയുന്ന പ്രവാചകൻ. और परमेश्वर के साथ इतना जीवन पवित्रताई में बिताया, वो व्यक्ति है नूह. ജലപ്രളയത്തിൽ നിന്നും വിശ്വാസത്താൽ ദൈവത്തോടുള്ള അനുസരണയാൽ തന്നെയും തന്റെ കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. और नूह के समय में इतनी बरसात में, बारिश में पृथ्वी पूरा पानी से भर गया, लेकिन तब विश्वास के साथ नूह और उनका परिवार बच गई है. മോശയെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ ജനങ്ങളെ നയിച്ചതായ ധീരനായ ഒരു നേതാവായിരുന്നല്ലോ. मूसा के बारे में मनन करेगा तो इतनी हिम्मत से डांड बांध कर इतने इस्राएलियों को चलाने के लिए प्रभु ने उपयोग किया हुआ एक व्यक्ति है. ദൈവം മോശയോട് മുഖാമുഖം സംസാരിച്ചു. और यहोवा परमेश्वर ने मूसा के साथ मुखामुख तक बातचीत करने लगा. എത്ര വലിയ ഒരു പ്രിവിലേജ് ആയിരുന്നു അത്. और इतनी महत्वपूर्ण बात है. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നത്രേ നാം വായിക്കുന്നത്. और बाइबल में यह वचन पाया जाता है, प्रभु परमेश्वर की हृदय की आशा, हृदय की गहराई से
प्रेम किए हुए व्यक्ति है। ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദിനെ വിളിക്കുവാനുള്ള കാരണം തന്റെ പാപത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ ബോധ്യപ്പെടുത്തിയപ്പോൾ ഒരു തടസ്സവും കൂടാതെ തന്റെ പാപം സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്തതായ ഒരു മനുഷ്യൻ എത്രയാണ്. यहोवा परमेश्वर की मन भावनी से, हृदय की गहराई से इतनी बात के कारण दाऊद ने अपराध पाप किया। नाथान भविष्यवक्ता ने आकर कहने लगा, तब अपने आप को जांच लेकर नीचे गिरना पड़ा। ഈ പറഞ്ഞ വ്യക്തികൾക്കൊക്കെ ദൈവവുമായിട്ട് ആഴമായിട്ടുള്ളതായ സ്നേഹബന്ധമുണ്ടായിരുന്നു. ये कहा हुआ पढ़ा हुआ ये व्यक्तियों के बारे में परमेश्वर पर इतनी गहराई की विश्वास में जीवन बिताया है। ദൈവത്തിന് നമ്മെക്കുറിച്ച് ഇങ്ങനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുവാൻ കഴിയുമോ എന്ന് നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും. हमारे आज सुबह ये वचन देने का समय अपने आप को जांच ले। इत्यादि परमेश्वर की दासों की इतनी गहराई की विश्वास हमारा में है ये नहीं, ये सोच समझना जरूरत है। യോബിനെ കുറിച്ച് ദൈവം തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. आयुब के बारे में हुआ परमेश्वर ने एक अच्छा इनाम सर्टिफिकेट दी है। ഈ ലോകത്തുള്ളതായ മനുഷ്യൻ ഇത്രയും വിശുദ്ധനായ മറ്റൊരു വ്യക്തി ഇല്ല എന്നത്രേ പറഞ്ഞത്. आयुब के बारे में हुआ परमेश्वर ने कहता है आयुब के बदले उनका नाम लेने के लिए कोई किसी और भक्त लोग नहीं है। നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ദൈവം പറയുന്നത് ഇവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടതായ മാനപാത്രം എന്നത്രേ. पुराना नियम में इतने व्यक्तियों के बारे में कहा, लेकिन नया नियम में प्रेरित पौलुस के बारे में यहाँ पर दिया गया है। നമ്മെക്കുറിച്ച് ദൈവത്തിന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറയുവാൻ കഴിയുമോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. आज सुबह के समय वचन देने का समय अपने आप को जांच ले तो प्रभु को कह सकते हैं प्रभु की मनभावनी से चला हुआ व्यक्ति है ये ही नहीं। പൗലോസ് പറഞ്ഞു തന്റെ തീവ്രമായിട്ടുള്ളതായ പ്രതികൂലത്തിന്റെ മധ്യേ, കഷ്ടാനുഭവങ്ങളുടെ മധ്യേ, പീഡനത്തിന്റെ മധ്യേ അദ്ദേഹം പറഞ്ഞു ഞാൻ ആരിൽ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു എന്ന്. प्रेरित पौलुस ने एक बात दिया है, शरीर में इतने पीड़ित है, अन्यों ने अधिकारियों ने पीड़ा देता है, फिर भी प्रेरित पौलुस अपना विश्वास स्थिर पकड़ते हुए आगे बढ़ा है। ഈ ഭക്തന്റെ ജീവിതത്തിലുള്ള ദൈവത്തോടുള്ളതായ നിസ്തുല്യമായ സ്നേഹത്തിൻ്റെതായ ആഴമത്ര ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. यहाँ पर पाया जाता है मसीह की ओर इतने भरोसा रखा, आश्रय किया, ऐसे पौलुस सिवा दूसरा और कोई किसी का नाम दे नहीं सकता है। ദൈവത്തോട് ഇങ്ങനെയുള്ളതായ ഒരു ആഴമായ ബന്ധം നമുക്ക് ആവശ്യമാണെങ്കിൽ ഈ ദൈവത്തെ കുറിച്ച് നല്ലവണ്ണം നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. इतनी गहराई से मसीह के साथ मिलजुल सकता है तो इतनी गहराई की विश्वास हमारा जिंदगी में होना हमारा फर्ज है। ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ജനം നശിച്ചു പോകുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. मसीह का बारे में इतनी आशा भरी जीवन नहीं, इसी कारण में लोग मरते हैं। തിരുവചനം വായിക്കുമ്പോൾ നാം ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. और वचन में इतनी गहराई की बात मनन करने के लिए अवसर दिया देता है। ബൈബിൾ ഉണ്ടായത് കൊണ്ട് മാത്രമല്ല അത് നാം വായിക്കുന്നവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കണം. हमारा हाथ में धर्मशास्त्र केवल बाइबल हाथ में है, इसमें कोई फल नहीं, उसको पढ़ना सीखना हमारा आवश्यकता है। എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നതായ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. परमेश्वर के दास के साथ काम किए हुए सेकुलर काम में एक प्रोफेसर था। ഒരിക്കൽ എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ബൈബിൾ കൊടുത്തു. और उनका शिष्य को एक बाइबल दिया था। വിദ്യാർത്ഥികൾ നല്ലവണ്ണം പഠിക്കുന്നവരായിരുന്നു. അവരെല്ലാവരും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായപ്പോൾ ഞാൻ അതൊരു അവസരമായിട്ട് കണ്ട് അവർക്ക് ഒരു പാരിതോഷികം എന്ന നിലയിൽ ബൈബിളുകൾ വിതരണം ചെയ്തു. और ये परमेश्वर के दास के शिष्यों पढ़ने वाले थे, अच्छे बुद्धिमान थे,
सारे परीक्षाओं में विजय पाया, इसी कारण में आनंद से उनको एक धर्मशास्त्र बाइबल दे दिया है। ആ കുട്ടികൾ എന്നോട് പറഞ്ഞു, സാറ് ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന്. और विद्यार्थियों ने परमेश्वर की दास की ओर कहने लगा, आप हमारे लिए प्रार्थना किया है, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. मसीह की नाम महिमा हो। അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രൊഫസർ പറഞ്ഞു എനിക്കും ഒരു ബൈബിൾ വേണമെന്ന്. तब उनका साथी जो प्रोफेसर ने कहा उनको भी एक धर्मशास्त्र बाइबल चाहिए कहा, ഞാൻ സന്തോഷമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. और परमेश्वर के दास इतना आनंद से भरकर उनको बाइबल दिया है। എന്നാൽ ആ പുസ്തകം അദ്ദേഹം തുറന്ന് വായിക്കുന്നതിന് തയ്യാറായില്ല. और बाइबल दिया सही है, लेकिन वो बाइबल खोलकर पढ़ने के लिए अवसर नहीं लिया है। പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. और कई सालों के बाद में उन्होंने आत्महत्या कर दिया है। അതെന്താ, ദൈവത്തെ കുറിച്ച് അറിയുക എന്ന് പറയുമ്പോൾ ദൈവം വിശുദ്ധനാകുന്നു, ദൈവം നല്ലവനാകുന്നു എന്നൊക്കെ എത്രയും നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. और हम ऐसा वचन में से मनन करते हैं, मसीह भला है, मसीह पवित्र है, मसीह अच्छा है, ऐसा सीखते हैं। വചനം പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നത്രേ. वचन हमको यही सिखाता है, मसीह पवित्र है, इसी कारण में हम भी पवित्र हो। അപ്പോൾ നാം ദൈവത്തോട് കൂടുതലായിട്ട് അടുത്ത് ചെല്ലുവാൻ അത്രേ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. मसीह हमको यही वचन देते हैं, मसीह की ओर आओ, मसीह हमारा साथ भी रहेंगे। നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിന് പ്രസാദകരമുള്ളതായിരിക്കണം. हम जो कुछ करें वो परमेश्वर की महिमा के कारण बने। നമുക്ക് ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. हमारा हृदय पवित्रताई में रहना आवश्यकता है। നാം ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുരൂപികളായി തീരേണ്ടിയിരിക്കുന്നു. और मसीह के स्वभाव में हम भी आना चाहिए। നാം മുമ്പോട്ട് നോക്കിക്കൊണ്ട് അതെ ദൈവത്തോട് ചേരുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടു കൂടിയുള്ളതായ ഒരു കാഴ്ചപ്പാട് അത്രേ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നത്. आगे बढ़ने के लिए एक दर्शन हमारे जीवन में होना आवश्यकता है। അപ്പോൾ ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളത് അത്രേ ജീവിതത്തിൽ പരമപ്രധാനമായിട്ടുള്ളതായ ലക്ഷ്യം. मसीह के साथ भी साथ रहे जो प्रभु आग्रह रखते हैं। അപ്പോ ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ വാഞ്ചിക്കുന്നതായ ഒരു വ്യക്തിക്ക് ചില പ്രത്യേകതകളുണ്ട്. मसीह के साथ जुड़ा हुआ और मसीह का साथ रहते हुए जो व्यक्ति को और वो अलग स्वभाव होते हैं। ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കണം, पवित्रताई होना चाहिए, സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം, वो करने के लिए एक अच्छा मन होना चाहिए, ദൈവത്തെ ആദരിക്കുന്നതായ വ്യക്തിയായിരിക്കണം, और मसीह को आदर करने वाले होना चाहिए, ദൈവിക കാര്യങ്ങളിൽ തീഷ്ണതയുള്ളതായ വ്യക്തിയായിരിക്കണം, जो प्रभु का काम कार्यों में और इष्ट होना चाहिए। എല്ലാ കാര്യത്തിലും ഉപരിയായിട്ട് വിശ്വസ്തയോടുകൂടി ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയായിരിക്കണം. सारे सबों के ऊपर प्रभु की मधुरवाणी मानने वाला भी होना चाहिए। അപ്പൊ അങ്ങനെയുള്ളതായ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ऐसा एक व्यक्ति को मसीह की ओर आ सकते हैं। പിന്നെയും നമ്മുടേതായ ചില ആറ്റിറ്റ്യൂഡുകൾ, നമ്മുടെ നിലപാടുകളും വളരെ പ്രധാനമാണ്. और आगे देखते हैं हमारा स्वभाव को भी कुछ कार्य है। നാം വളരെ താഴ്മയുള്ളവരായിരിക്കണം, और नम्रता होना चाहिए, ജീവിതത്തിലെ സംതൃപ്തിയുള്ളവരായിരിക്കണം, और जिंदगी में उन्नति की कार्य होना चाहिए, ജീവിതത്തിൽ നാം കൃതജ്ഞത ഉള്ളവരായിരിക്കണം, और हमारा हृदय में संतृप्त होने वाला होना चाहिए। ഈ വക ആറ്റിറ്റ്യൂഡ് ഉള്ളതായ വ്യക്തികൾക്ക് അത്ര ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുന്നത്. इत्यादि स्वभाव हम रहेगा तो मसीह की ओर साथ रह सकते हैं। എന്നാൽ നമ്മുടെ ദൈവവുമായിട്ടുള്ളതായ ആ പരിപാവനമായ ബന്ധത്തിന് വിരുദ്ധമായി നിൽക്കുന്നത് അപകടകരമായ ചില സ്വഭാവങ്ങൾ നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. हमारे जिंदगी मसीह की ओर लवली रहने के विरोध में कुछ बात लड़ने की बात हमारे में होना अनुचित है।
അതെ, ദൈവമായിട്ട് നമ്മുടെ ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നതാകുന്നത്രേ ലോകമയത്വം എന്ന് പറയുന്നത്. और मसीह के साथ मिलजुल और मसीह की अनुग्रह में रहना, सांसारिक सीमा छोड़ना, ये बात दी है. ലോകസ്നേഹം ദൈവ സ്നേഹത്തിന് വിരുദ്ധമായിരിക്കുന്നു എന്ന് വചനത്തിൽ നാം വായിക്കുന്നു. सांसारिक दुनियादारी प्रेम परमेश्वर से अलग होते हैं. പിന്നെയും നമ്മുടെ ജീവിതത്തില് ഒരു നിസ്സംഗത മനോഭാവം, ഒന്നിലും താല്പര്യമില്ലാത്തതായ നിർവികാരത ഉള്ളതായ ഒരു വ്യക്തിക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയത്തില്ല. और विश्वास में रह नहीं सकता है. थोड़ा सा ऐसा प्रेम के जाएगा तो प्रभु में प्रसन्न नहीं हो सकता है. ദൈവത്തിന്റെ ആ ഒരു വാഞ്ച എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അപ്രകാരം പ്രവർത്തിക്കുവാൻ നാം തയ്യാറാവണം. मसीह की आग्रह हमारा साथ क्या है, जान पहचान लेकर काम करना जरूरत है. അനേകം വ്യക്തികളെ സ്വന്തം കാര്യം നോക്കിയിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അല്പം പോലും സമയമോ ധനമോ വിനിയോഗിക്കുവാൻ തയ്യാറല്ല. औरों ने अपने आप के काम कार्यों में समय बिताते हैं. औरों के बारे में कोई कुछ चिंता विचार नहीं होते हैं. താൻ വളരെ ഭക്തനാണ്, പിന്നെ പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് അനേകം വ്യക്തികളെ നമുക്ക് ക്രിസ്തീയ ലോകത്ത് കാണുവാൻ കഴിയും. आजकल दिनों में कई लोगों के बारे में देखते, वो भक्त है, वो प्रेमी है, आदर वाले हैं, ऐसा कहते जाते हैं, उनका बारे में कोई कह नहीं सकता है. അപ്പോൾ ദൈവത്തെ കുറിച്ചുള്ളതായ അജ്ഞത മറ്റൊരു തടസ്സമത്രേ. और मसीह के बारे में और अनुचित रीति पर उसका मतलब उसका जानकारी है नहीं है, ऐसे वालों को भी देख सकते हैं. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബിസിനസ് കാര്യങ്ങളുണ്ട്, പിന്നെ ഭൗതികമായിട്ടുള്ള മറ്റു പല പ്രവർത്തനങ്ങളുണ്ട്, എപ്പോഴും തിരക്കുള്ളതായ മനുഷ്യരത്രയും. औरों को देखते हैं, उसको लेन देने का और बहुत कामकारियों में है, कोई बहुत प्रकार की कार्य में हाथ डालते, इसी कारण में मसीह की ओर जीवन लवली रह नहीं सकते हैं. അവർക്ക് ആരാധനയിൽ സംബന്ധിക്കുന്നതിനോ ദൈവവചനം വായിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ അവർക്ക് സമയമില്ല, എപ്പോഴും തിരക്കുള്ളതായ വ്യക്തികൾ എന്നത്രേ അവർ പറയുന്നത്. आराधना में आने के लिए और प्रार्थना करने के लिए, प्रेम में मिलाप में रहने के लिए उनको समय नहीं मिलता है, ऐसा कहने वाले भी दुनिया में है. ദൈവത്തെക്കാൾ അധികമായിട്ട് തങ്ങളുടെ ജോലിയെയും മറ്റു കാര്യങ്ങളെയും ദൈവത്തിന് തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതായ അനേകം വ്യക്തികളെയും കാണുവാൻ കഴിയും. और मसीह के प्रेम में नहीं, दुनियादारी कामकारियों में अधिक समय है, प्रार्थना और जागने के लिए अधिक समय नहीं लेता है. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത് അപകടകരമായിട്ടുള്ളതായ പ്രവണതകൾ അത്രേ. ये इत्यादि बात कार्यों में जाते हैं, अनर्थ बातों में जीवन बिताते हैं. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ നിത്യത എന്ന് പറയുന്നതായ ആ പരമ ലക്ഷ്യത്തിലേക്ക് ദൈവത്തോടു കൂടി ആയിരിക്കാൻ നമുക്കൊരു ആഗ്രഹമുണ്ടോ? ये यहाँ पर दिया है अनंत काल के बारे में, और हमारे मृत्यु की बात में कहा है, इसका बारे में सोच समझने के लिए हम कितने लोग आग्रह रखते हैं. അങ്ങനെയുള്ള ആഗ്രഹമുള്ളതായ വ്യക്തികൾ എത്ര ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത്? ये बातों में आग्रह रखते हैं, वो लोग मसीह के साथ आ सकते हैं. മറ്റെല്ലാ കാര്യങ്ങളെക്കാളും അധികമായിട്ട് ഈ ഒരു ആഗ്രഹത്തോടുകൂടി പ്രവർത്തി അതന്നെ അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. और सारे सब यही बात मन में लगे, और दुनियादारी काम से भी अधिक समय, अधिक आग्रह हमारा मसीह के बारे में होवे तो वो लोग सफलता में आएगा. ദൈവികമായ പരിജ്ഞാനം നമുക്ക് ആവശ്യമായിരിക്കുന്നു. मसीह के बारे में अधिक ज्ञान हमारे लिए आवश्यकता है. അതിനുവേണ്ടി എത്രയും നാം ദൈവവചനം വായിക്കുന്നത്. इसी कारण में प्रभु के वचन हम पढ़ते हैं. മതപരമായ കാര്യങ്ങളിൽ വളരെ തീക്ഷ്ണതയുള്ളതായ ആളുകളായിരുന്നു യഹൂദന്മാർ. और वचन की इसका मतलब भेद मत, इसका बारे में बहुत सारे ज्ञानित है यहूदियों, എന്നാൽ അവർക്ക് പരിജ്ഞാനമില്ലായിരുന്നു. लेकिन उसका बारे में वो मसीह की शब्द अज्ञानित में थे.
അപ്പോ അവർക്ക് മതപരമായ കാര്യങ്ങളിൽ ഭക്തിയുണ്ട്, തീക്ഷ്ണതയുണ്ട് എന്ന് പറഞ്ഞാലും അവർ ശരിയായ രീതിയിലല്ല, അല്ലെ വചനപ്രകാരമല്ല അവരുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരുന്നത്. यहूदियों ने उनका जीवन में जो उनका प्रभु सांसारिक जीवन में जाते हैं, लेकिन प्रभु की धार्मिकता के बारे में उनको ज्यादा जानकारी नहीं होता है. എന്നാൽ നമ്മൾ എന്താണ് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്നുള്ള നിലപാടെടുക്കുന്നതായ ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ നാം അപകടകരമായ ഒരു അവസ്ഥയിൽ എത്ര ആയിരിക്കുന്നത്. ये धार्मियों का बारे में चिंता करेगा तो और गर्मी वाला नहीं, ठंडापन वाला नहीं, ऐसा सादा सीधा जाने वाले होते हैं. അതുകൊണ്ട് നാം ഉത്സാഹമുള്ളതായ വ്യക്തികളായിരിക്കണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. मसीह ने यही शब्द सुबह देता है, धार्मिकता में उत्साहित होना. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. उन्होंने പറഞ്ഞേ റോമർ 12:11. वो रोमियो की पत्री 12वां अध्याय है, उसका 11वां पद में यही दिया है. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. प्रयत्न करो में आलस्य ना हो, आत्मिक उन्माद में भरे रहो. വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടു കൂടി എത്രേ നാം ദൈവിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത്. और आत्मिक उन्माद से भरे रहो, प्रभु की सेवा करते रहो. യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നത് ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. ये बैल को चलाते हैं, हल को हाथ रखते हुए पीछे की मोड़ कर देखने वालों प्रभु की और सेवकाई में आगे बढ़ नहीं सकते हैं. കർത്താവായ യേശു ക്രിസ്തുവും മുൻകൈയെടുത്ത് നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. मसीह ने स्वर्ग राज्य की महिमा त्याग कर कर हमें उद्धार करने के लिए स्वर्ग राज्य से पृथ्वी पर आया है. അതെ, സുവിശേഷത്തിൻ്റെതായ കാതലായ ഭാഗം, അതെ താക്കോൽ എന്ന് പറയുന്നത് ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം മാനവജാതിക്ക് ഒരു വഴി തുറന്നു എന്നതത്രേ. और मसीह ने स्वर्ग राज्य की महिमा छोड़कर पृथ्वी पर आया, अपने आप को त्याग कर कर मृत्यु तक आया है. कारण यही है, हम पापी है, अपराधी है, हमको बचाने के लिए है. ശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ പാപിയായ ഒരു വ്യക്തിക്ക് നിൽക്കുവാൻ കഴിയില്ല. അവനെ ഗോഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. और इतना आधे पवित्रताई में जीवन बिताते हैं जो मसीह के सामने अपवित्रताई में है, पापी है, जो लोगों को मिलजुलना कष्ट है. അപ്പൊ ഈ പാപിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ തക്കവണ്ണം ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്കായിട്ട് ഒരു പരിപാവനമായ ഒരു വഴി ഒരുക്കുകയുണ്ടായി. वो हमें अपराधी है, पापी है, पवित्रताई में जीवन पवित्रताई में रहते हैं. वो अधिपवित्र मसीह के सामने जाने के लिए यीशु मसीह ने उनकी शरीर हमारे लिए मृत्यु तक दिया है, हमें संसार से जीने के लिए. അങ്ങനെ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അത്രേ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നത്. ये वचन दिया देता है, मसीह के द्वारा यहोवा परमेश्वर के सामने जाने के लिए प्रभु ने द्वार खोला है. ക്രിസ്തുവിനെ കൂടാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. मसीह सिवा कोई किसी ने यहोवा परमेश्वर के साथ जुड़ नहीं सकते हैं. അതെ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മിൽ ചിലരൊക്കെ കർത്താവിന്റെ അടുക്കലേക്ക് കൂടുതലായിട്ട് അടുക്കുവാൻ ഇടയായി തീരണം എന്നത്രേ. ये वचन सुबह ही समय आपकी ओर पहुंच देते हैं. जो पीछे हटा है कोई किसी हो, मसीह का साथ मिलजुलने के लिए अवसर बनने के लिए. അതെ, ഈ കർത്താവിന്റെ വചനം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ആ ദിവസം 2 ശിഷ്യന്മാർ എമ്മൗസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. मसीह की मृत्यु देखा, पुनरुद्धार भी सुना, फिर भी यरूशलेम से एमाउस की ओर वो यात्रा कर रहा है.
എന്നാൽ അവരോടൊപ്പം ചേർന്ന് നടന്നതായ അപരിചിതനായ വ്യക്തി ആരെന്ന് അവർക്കറിയില്ലായിരുന്നു. और मसीह यमूस की ओर गए हुए मसीह के शिष्यों का साथ मिलजुल कर बात करके जाते रहते थे, लेकिन और ये मसीह है, ये शिष्यों को कुछ जानकारी नहीं हुई. യേശു അവരോട് സംസാരിച്ചപ്പോൾ ഈ ശിഷ്യന്മാർ പറയുന്നത്, നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ എന്ന്. और यहां पर दिया गया है मसीह का साथ भी साथ चलते हैं और मसीह का साथ बातचीत होते हैं, तब हमारा हृदय आग की नाई जलते रहते थे. അതുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കും നാം എല്ലാവരും തികഞ്ഞ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയും തീഷ്ണതയോടുകൂടി തന്നെ ഈ വേല ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. और इसी कारण में बाइबल बताते हैं परमेश्वर की सेवकाई में कोई किसी आगे दौड़ रहा है तो उन्होंने इतने जागृति से, इतने उत्साह से अपना जीवन पवित्र होकर मसीह के पीछे हो लिया जाना भला है. നിരവധി വചനങ്ങൾ ഈ പ്രഭാതത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുക എത്ര ചെയ്യുന്നത്. और बहुत सारे वचन दिनम प्रति ये सुबह ही समय आपकी ओर पहुंच रहते हैं. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനം കത്തിക്കൊണ്ടിരിക്കട്ടെ. ये वचन हमारा हृदय के अंदर जलते ही रहे. 17ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ജീവിച്ചിരുന്നതായ ഒരു പ്യൂരിറ്റനായിരുന്നു ജോൺ ഓവൻ എന്ന് പറയുന്നതായ വ്യക്തി. पगले शताब्दी में जिंदा में थे जॉन ओशी, एक पवित्र व्यक्ति. ജോൺ ഓവൻ ഒരു മതപരമായ കാര്യങ്ങളിൽ കർശനമായ നിലപാടുള്ളതായ ഒരു പ്യൂരിറ്റനായിരുന്നു. और ये व्यक्ति का बारे में दिया है धार्मिकता के बारे में बहुत जागृति लेने वाले थे. അതെ, വളരെയധികം പ്യൂരിറ്റന്മാര് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. और ऐसे आत्मा से भरे हुए कई लोग इंग्लैंड में थे. ഈ ജോൺ ഓവൻ എന്ന് പറയുന്ന വ്യക്തി ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്നു. और जॉन ओवन ये नाम है, वहां के उन्नति पढ़ते डिग्री देते वो वहां करके वाइस चांसलर थे. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ളതായ കൂട്ടായ്മ അതിപ്രധാനമായിട്ടുള്ളതായ ഒന്നായിരുന്നു. उन्होंने इतनी आग्रह प्रेम किया, मसीह का साथ मिलजुले, उनका साथ जाने ये बात में इनका हृदय की बहुत आग्रह रखा था. ഇന്നുള്ളതായ സുവിശേഷകന്മാരെ പോലെ അഥവാ ഇവാഞ്ചലിക്കൽസിനെ പോലെ അല്ല. और उनका मन ऐसा सुसमाचार प्रचार की नहीं. പ്യൂരിറ്റന്മാര് ദൈവമായിട്ടുള്ളതായ അവരുടെ അനുഭവത്തെ കുറിച്ച് അവർ ഒത്തുചേരുമ്പോൾ സംസാരിച്ചത്. और उन्होंने आपस में मिलते इकट्ठा होते हैं तब स्वर्ग राज्य के बारे में, आत्मा के बारे में आपस में मनन करते ही रहते थे. നാം ഇവാഞ്ചലിക്കൽസ് ഒത്തുകൂടുമ്പോഴത്തേക്ക് സംസാരിക്കുന്നത് സഭാപ്രവർത്തനങ്ങളെ കുറിച്ചും മറ്റ് വ്യക്തികളെ കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്രേ നമ്മൾ സംസാരിക്കുന്നത്. एक सुसमाचार का बारे में और आपस में परमेश्वर के लिए लोगों को लाए, उनका विश्वास योग्य में रहे इत्यादि बात में बातचीत करते हैं. ഈ പ്യൂരിറ്റന്മാർക്ക് വളരെയധികം പീഡനങ്ങൾ ഇംഗ്ലണ്ടിൽ ഏൽക്കേണ്ടി വന്നു. और ऐसा सुसमाचारों को कई प्रकार की पीड़ा इंग्लैंड में सहजना पड़ा. അതുകൊണ്ട് ഈ പ്യൂരിറ്റന്മാർ ഇത്ര ആദ്യമായിട്ട് അമേരിക്കയിൽ കുടിയേറി പാർത്തത്. ये इत्यादि जन अमेरिका में पहले समय में गए थे. ജോൺ ഓവൻ അസുഖം ബാധിച്ച് കിടക്കയിലായിരുന്ന ഒരു സന്ദർഭം. जॉन ओवन और बीमार की हाल में घर पे पड़ा हुआ समय अवसर हो गया था. എന്നാൽ തനിക്ക് ഈ രോഗം ബാധിച്ചു എങ്കിലും അതൊന്നും താൻ ഒരു വലിയ വിഷയമായിട്ട് എടുത്തില്ല. जो बीमारी हाल में रहा लेकिन उनको ये कोई कुछ बातों में उसमें ध्यान नहीं लगा था. തനിക്ക് രോഗം വന്നു, അതുപോലെ ജീവിതത്തിൽ നിരവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയും തന്നെ ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് അത്രേ തന്നെ നയിച്ചത്. उनका शरीर में बीमार आया, रोगी हो गया, लेकिन ये हाल मसीह की बहुत और आने के लिए एक अवसर बन गया है.
ആ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് നിരാശപ്പെടുത്തുന്നതിനോ തന്നെ ക്ഷീണിതനാക്കുന്നതിനോ ഒന്നും താൻ അനുവദിച്ചില്ല. और उन्होंने उनका निराशा देने की कोई कारण नहीं बना है। ഇതൊക്കെ ഇതൊക്കെ ഒന്ന് മാറ്റിക്കിട്ടണമെന്നല്ല താൻ പ്രാർത്ഥിച്ചത്, മറിച്ച് പ്രിയന്റെ സന്നിധിയിൽ അതിവേഗം എത്തിച്ചേരുവാൻ തക്കവണ്ണം, ആ കൂട്ടായ്മ അനുഭവിപ്പാൻ തക്കവണ്ണം, ആ തേജോമയനായ ദൈവത്തെ കാണുവാൻ തക്കമുള്ളതായ അവസരത്തിന് വേണ്ടി അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നു. उन्होंने ऐसा निर्णय दिया, विश्वास किया, मेरा बीमार से चंगाई दे, ज्यादा साल यहां पर रहे, ये बात नहीं, कोई भी कुछ हो, कोई कारण हो, मसीह का साथ मिलजुले जीवन बिताए। ലോകപ്രകാരമുള്ളതായ കാര്യങ്ങളിലേക്ക് താൻ ശ്രദ്ധ തിരിക്കാതെ തന്റെ ശ്രദ്ധ മുഴുവനും ദൈവത്തിൻ്റെതായ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം താൻ ആഗ്രഹിച്ചു. दुनियादारी कामकारियों में और ध्यान नहीं लगा, और कोई भी कार्य हो, काम हो, मसीह में से कैसा अटल रहे, ये बात चिंता में है। അതെ, കർത്താവ് വാനമേഘത്തിൽ തന്റെ വിശുദ്ധന്മാരുമായിട്ട് വരുമ്പോൾ പ്രിയനോട് ചേരുവാൻ തക്കവണ്ണം അതെ നമുക്കും വിശുദ്ധിയോടുകൂടി ആയിരിക്കാം. और प्यारो, आज सुबह ही वक्त ये वचन आपको दिलाता हूं, हमारा मसीह बादलों पर आने वाले हैं, आने का समय हम उनको हाथ मिलाने के लिए तैयारी के साथ रहे. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നതായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതത്രേ. मसीह की ओर आने वालों को प्रभु चाहते हैं यही बात. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. और सभोपदेशक में लिखा है, मनुष्य भला क्या है, बुरा क्या है, ये तुमको दिखाया है. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു എന്ന് യഹോവ നിന്നോട് ചോദിക്കുന്നു. न्याय की व्यवस्था में जाए और भलाई के काम करे, धार्मिकता में जीवन बिताए, इससे अलावा प्रभु तेरी और क्या पूछ रहा है. നമുക്ക് ഈ യേശുവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? इतनी हमारा साथ हाकर रहने वाला साथी मसीह को, जो हमको प्रेम नहीं देके किसी को होश नहीं सकता है. നമ്മുടെ ഓരോ പാപത്തിന് വേണ്ടി അത്രേ യേശു ക്രിസ്തുവിന്റെ മേൽ ചാട്ടവാറ് കൊണ്ടുള്ളതായ അടി ഏൽക്കേണ്ടി വന്നത്. हमारा पाप की गुणा, अपराध के कारण मसीह के शरीर में खोड़ा मारा है. യേശു ക്രിസ്തുവിന്റെ ആ ശിരസിൽ വെച്ചതായ മുൾക്കിരീടത്തിലെ ഓരോ അടിയും നമ്മുടെ പാപത്തിന് വേണ്ടിയായിരുന്നു എന്ന് നാം ഓർക്കുക. मसीह की सिर में रखा कांटे के मुकुट, उसके ऊपर डंडा से मारा, ये हमारा अपराध की गुणा की बदले मसीह ने सजा है. നമ്മെ പ്രതി യേശു തന്റെ ശരീരം ഉഴവുചാല് പോലെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം അത് പീഡനത്തിന് വിധേയനായി തീർന്നു. हमारा मसीह उनका शरीर में जो इतने पीड़ित सहजा, कारण यही है मैं और आपको स्वर्ग राज्य में पहुंचाने के लिए है. തന്റെ കൈകാലുകളിലൂടെ ആഴത്തിൽ ആണി അടിച്ചു തറച്ചപ്പോൾ അത് നമ്മുടെ പാപത്തിനായിരുന്നു എന്ന് നാം മറന്നു പോകരുത്. मसीह के हाथ में और पैर में इतने लंबा खिला टोका है, कारण यही है हमारा अपराध को माफी देने के लिए. ഈ യേശു നമ്മുടെ ഉത്തമ സ്നേഹിതൻ അത്രേ. यही मसीह हमारा उत्तम पुरुष और सखी है. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. प्यारों के लिए जीवन त्याग करते हैं, इससे अलावा ज्यादा कुछ नहीं है. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. मसीह का प्रेम से अलग करने के लिए दुनिया के कोई शक्ति सामर्थ्य को हो नहीं सकता है. ആകയാൽ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം. इसी कारण में बाइबल के आधार पर मसीह के सामने आओ. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. और आओ, वह भी तुम्हारे निकट आएगा, तो पापियों अपने हाथ शुद्ध करो और हे दुनिया दुर्चिंता लगो.
നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. हम पीछे की हटने वालों के साथ रहे, विश्वास कर कर धार्मिकता को ढूंढ कर आगे बढ़ने वाले के साथ रहना. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ये वचनों से प्रभु परमेश्वर हमको आदर अनुग्रह दिया दे.